ഹലോ കൂട്ടുകാരെ, ഇന്നൊരു ചിക്കൻ ബിരിയാണി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് ഫേസ്ബുക്കിൽ ഒരു കൂട്ടുകാരി പറഞ്ഞിരുന്നു ചിക്കൻ ബിരിയാണി വീഡിയോ റെസിപ്പി ഇടണമെന്ന്. അതിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ചിക്കൻ നല്ലപോലെ കഴുകി അതിനകത്ത് ഇച്ചിരി തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഉപ്പിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമുള്ള പുതിന ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുക. അരി ഒരു 6 മണിക്കൂർ വെള്ളത്തിലിടണം. അപ്പോൾ കഴുകി അതൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ഇതാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് അതിന് വേണ്ട സാധനങ്ങൾ: പച്ചമുളക് ഒരു 8 എണ്ണം, ഒരു 4 പഴുത്ത തക്കാളി, അതായത് ഒരു 1/2 കിലോ കാണും, പിന്നെ 3/4 കിലോ സവാള, 1 കിലോ അരിക്ക് 3/4 കിലോ സവാള എടുത്തിട്ടുണ്ട്, ഒരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട്, ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റ്, ഇത് എല്ലാം കൂടെ ഒരു 60 ഗ്രാം കാണുവേ, ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം രമ്പയില, സ്റ്റാർ അനീസ്, ഏലയ്ക്ക, ഗ്രാമ്പു, പിന്നെ കറുവപ്പട്ട. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ബിരിയാണി ചേർക്കാൻ പോകുന്നത്. എങ്ങനെ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലായിട്ട് ഇപ്പോൾ കാണാം. 1 കിലോ അരിക്ക് ഞാൻ 200 ഗ്രാം എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന റൈസ് ബ്രാൻഡ് ഓയിലാണ്. നിങ്ങൾക്ക് ഏത് വേണ്ടില്ല, വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി നമ്മുടെ ഈ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ വേറെ ഒരു ടേസ്റ്റ് ആവും. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടെല്ലാം അതിനകത്തിടാം. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അതിനകത്തിടാം. ഇത് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴണ്ട് വരണേ. എപ്പോഴും ഈ സവോള വഴട്ടുമ്പോൾ തന്നെ ഇച്ചിരി ഉപ്പ് ഇടുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. ഞാൻ എപ്പോഴും കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. നല്ലപോലെ ഒന്ന് വഴട്ടെ. ഗോൾഡൻ ബ്രൗൺ കളറിൽ വഴണ്ട് വന്ന് അന്നേരം ഈ പച്ചമുളകും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് വഴറ്റണം. ബിരിയാണിക്ക് നമുക്ക് നാച്ചുറൽ കളർ കിട്ടണമെങ്കിൽ ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഈ മുളക് പൊടി ഇടണം കേട്ടോ. അന്നേരം നമുക്ക് കളറൊന്നും ചേർക്കണ്ട, നാച്ചുറലായിട്ട് കളർ. ഇത് ശരിക്കും പറഞ്ഞാൽ ചെന്നൈ ദം ബിരിയാണിയാണ്. അന്നേരം നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഇടാം. ആ കൂട്ടത്തിൽ തന്നെ പുതിന ഇടാം. എല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരട്ടെ. ഒന്ന് വഴണ്ട് വരുമ്പം നമ്മൾ തൈര് ഒഴിക്കണം. തൈര് ചിക്കനകത്ത് കുറച്ചിട്ട് ഞാൻ പരട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 200 ഗ്രാം തൈരാണ്. പിന്നെ ഈ അരമുറി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുക. എല്ലാം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരട്ടി വെച്ചിരുന്ന ചിക്കനും കൂടെ അതിനകത്തിട്ട് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. നമ്മളൊരു 5 മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ ഒന്നുകൂടി നല്ലപോലെ അടച്ച് വെച്ച് ഒന്ന് നല്ല ഉരുണ്ട് വരുന്നവരെ വേവിക്കാമേ. ഒരു അര ബേക്കാട് വെന്ത് കഴിയുമ്പം നമുക്ക് വെള്ളം ഒഴിക്കാം. ചിക്കൻ ഒരുവിധം വെന്തേ. ആദ്യം മല്ലി ഇടാൻ മറന്നുപോയി, മല്ലി ഇടുക. പുതിനയുടെ കൂടെ തന്നെ മല്ലിയും ചേർത്തിടണം. ചിക്കനിൽ തന്നെ ഒരുപാട് വെള്ളം വന്നേക്കുന്നതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇന്ന് 1-1.25 എടുത്തിരിക്കുന്നു. 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ്. ചിക്കനിൽ വെള്ളമുള്ളതുകൊണ്ട് ഒഴിക്കുവാണ്. എന്നിട്ട് ഇതൊന്ന് തിളച്ച് ചിക്കൻ ഒന്ന് ഒരു മുക്കാലും വേകണം. വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരി ഇട്ടിട്ട് ദമ്മിടാം. അടച്ചു വെക്കുക. അതുപോലെ തിളച്ചേ ഇപ്പോൾ ഊറ്റി വെച്ചേക്കുന്ന അരിയില്ലേ, നമ്മൾ കുതിരാൻ വെച്ച അരി അങ്ങ് ഇട്ടേക്കാം. എന്നിട്ട് അരി ഇട്ട് കഴിയുമ്പോൾ ഒത്തിരി അങ്ങനെ ഇളക്കാൻ പാടില്ല. ഈ അരിയും വെള്ളവും കൂടെ ഒരു ലെവലിൽ വരുമ്പോൾ ദമ്മിടാം. അരിയും വെള്ളം കൂടെ ഒരേ ലെവലിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ദമ്മിടാം. അതിനായിട്ട് ഞാൻ ദോശക്കല്ല് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലിൽ 2 വെള്ളവും ചൂടാക്കി വെച്ചിട്ടുണ്ട്. ദമ്മിട്ട് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. ചെന്നൈ ദം ബിരിയാണി. നമ്മുടെ ബിരിയാണി റെഡിയായി. ഒന്ന് തുറന്ന് നോക്കാമേ. തുറക്കാൻ പോവാണേ. ടണ്ടടായി. എന്തൊരു രസമാണ്. എല്ലാം കൂടെ അങ്ങ് എന്താ നല്ല രസമല്ലേ. വാവ്, നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ അത് കുഴഞ്ഞിട്ടില്ല. കറക്റ്റ് പദത്തിലാണ്. നിങ്ങളെല്ലാവരും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണം കേട്ടോ. ചെയ്ത് നോക്കണേ. ഇത് ചെന്നൈ സ്പെഷ്യൽ ദം ബിരിയാണി കേട്ടോ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.